ഹല്ലേലൂയ. സന്തോഷമുള്ള ഒരു കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ലോകമെമ്പാടും ക്രിസ്മസ് ആഘോഷിക്കുന്നതിൻ്റെ തലേ ദിവസമാണെന്ന്. 25-ാം തീയതിയാണ് ക്രിസ്മസ് എങ്കിലും സോ ഹാപ്പൻഡ് ടുഡേ ഇസ് എ സൺഡേ. അപ്പോൾ ഇന്ന് ലോകം ആസകലം വലിയ ആഘോഷങ്ങളും കാര്യപരിപാടികളിലും ഒക്കെ എല്ലാ സഭകളിലും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ സമയത്ത് നമ്മൾ ഒരുപക്ഷെ നവധേയ ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്ന മനോഭാവത്തോടെ നമ്മൾ ആഘോഷിക്കുന്നില്ലെങ്കിലും നമുക്ക് ഇത് കർത്താവ് ജനിച്ചു എന്ന ഈ ചരിത്ര യാഥാർത്ഥ്യത്തെ ഓർത്ത് ദൈവത്തിന് നമ്മൾ ഹൃദയംഗമായി സ്തോത്രം ചെയ്യാം. ബിക്കോസ് ഇറ്റ്സ് എ ഹിസ്റ്ററി. ഇതൊരു ലെജൻഡോ കെട്ടുകഥയിലൊന്നും അല്ല നമ്മൾ വിശ്വസിക്കുന്നത്. ഇതൊരു ചരിത്രമാണ്, ഇതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം അന്ധമല്ല. നമ്മുടെ വിശ്വാസത്തിന് ഇന്ന് നമ്മൾ പാടിയതുപോലെ അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനം ക്രിസ്തുവാണ്. ആ ക്രിസ്തു വെറുതെ മനുഷ്യരുണ്ടാക്കി കെട്ടിച്ചമച്ചൊരു കഥയല്ല, അത് സത്യമായ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ക്രിസ്തുമസ് ഈ ദിനത്തിലാണോ അല്ലയോ എന്നതിനേക്കാൾ പ്രസക്തി ഇതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ് എന്നതിന് ലോകം അറ്റസ്റ്റ് ചെയ്യുന്നൊരു ദിനമാണ്. അതുകൊണ്ട് അതിന് പ്രാധാന്യമുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. അതുകൊണ്ട് ഇത് നല്ല ഒരു അവസരമാണ്. മറ്റുള്ളവരെ പ്രതി കർത്താവിൻ്റെ സ്നേഹം കൊടുക്കാൻ നമ്മൾ ആഘോഷിക്കുന്നതിൽ തെറ്റില്ല. അല്ല, നമ്മൾ തെറ്റായ രീതിയിൽ ഇത് ആഘോഷിക്കണം എന്നുള്ളതല്ല. ശരിയായ വിധത്തിൽ ഇതിനൊരു ആഘോഷിക്കാൻ ഒരു സ്ഥാനമുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളൊരു വീട്ടിലൊരു വിരുന്ന് വെച്ച് ദൈവസ്നേഹം പങ്കിടാനുള്ള അവസരമുണ്ടെങ്കിൽ അത് ചെയ്യാൻ നമ്മൾ ചേർച്ചിൽ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ കാരണം അതാണ്. അതുകൊണ്ട് നിങ്ങളുടെ അയൽപക്കങ്ങളിൽ 2 രൂപയുടെ ഒരു ചോക്ലേറ്റ് എങ്കിലും കൊടുത്തുകൊണ്ട് കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു സുവിശേഷമാണ്. ഹല്ലേലൂയ. കർത്താവിൽ ലോകത്തിന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് പറയുന്നത് വലിയൊരു സുവിശേഷമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. നിങ്ങൾ നിരാശപ്പെടേണ്ടെന്ന് പറയുന്നത്, നിങ്ങൾ ജീവിതത്തെ അവസാനിപ്പിക്കരുത്, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് പറയുന്നത് ഒരു സുവിശേഷം. ഒരു വാക്കിൽ നമുക്ക് സുവിശേഷം പറയാം. സുവിശേഷം പറയാന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്കിരുന്ന് പറയണമെന്നില്ല. നിങ്ങളുടെ ഒരു ചിരിയിലൂടെ ദൈവസ്നേഹത്തെ നിങ്ങൾക്ക് കൊടുക്കുക. ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് ദൈവസ്നേഹത്തെ പ്രകടിപ്പിക്കാൻ ഒരു നല്ല അവസരം ലോകം തന്നെ നമുക്ക് ഇങ്ങോട്ട് തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ ഉത്തരേന്ത്യയിൽ നിന്ന് എന്നെ ഒരാൾ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, 100 കണക്കിന് കിലോമീറ്റർ ഉത്തരേന്ത്യയുടെ ചില ഗ്രാമങ്ങളിലൂടെ കടന്നുപോയ ഒരൊറ്റ സ്റ്റാറോ ക്രിസ്തീയ ദേവാലയങ്ങളോ ഇനി ഏതുമാവട്ടെ കാണാനില്ല. നമ്മുടെ നാട്ടിലൂടെ ഒന്ന് ഡ്രൈവ് ചെയ്ത് പോയ ഒരർത്ഥത്തിൽ ഈ സ്റ്റാറുകളൊക്കെ കാണുമ്പോൾ ഇതെല്ലാം കർത്താവിനെ കുറിച്ചൊരു ഓർക്കാനെങ്കിലും ഒരു അവസരമായി തീരുന്നുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞത്, നമ്മൾ ആ വിധത്തിൽ എത്ര പ്രധാനപ്പെട്ടതാണ് ഒരു കർത്താവിനെ പ്രതി, കർത്താവിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ദൈവത്തെ സ്തുതിക്കുന്നതോ ഏതെങ്കിലും വിധത്തിൽ അവരുടെ വീടുകൾ ലൈറ്റ് ചെയ്യുന്നതോ ഒക്കെ എത്ര അർത്ഥവത്തായ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. വിവിധമായ കാഴ്ചപ്പാടുകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇന്ന് കടന്നു വന്ന എല്ലാവർക്കുമായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തു. ചിലരൊക്കെ ഹോളിഡേയ്സിലാണ്, ചിലരൊക്കെ യാത്രയിലാണ്. എങ്കിലും നിങ്ങൾ ഈ ദിവസം ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടാൻ കാണിച്ച ശുഷ്കാന്തിക്ക് നന്ദി പറയുന്നു. സൂമിലും യൂട്യൂബിലുമായി ശ്രദ്ധിക്കുന്നവരെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് ദൈവവചനത്തിലെ ചില സത്യങ്ങൾ ഒരുമിച്ച് ധ്യാനിക്കാനും ഏതെങ്കിലും ചില വിത്തുകൾ നമ്മുടെ ഹൃദയത്തിൽ വീണ് അത് മുളയ്ക്കുവാൻ 30, 60, 100 മേനിയായി വിളയുവാൻ ഇടവരട്ടെ എന്ന പ്രാർത്ഥനയോടെ ചില ആത്മീയ ചിന്തകൾ വിതയ്ക്കാൻ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. ദൈവകൃപയിൽ ശരണപ്പെടുന്നു. നിങ്ങൾ അതിന് തയ്യാറാണോ? ഹല്ലേലൂയ. നിങ്ങളതിന് തയ്യാറാണെന്ന് ചിന്തിക്കട്ടെ. നമുക്ക് കർത്താവിൻ്റെ ജനനത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ ഇന്ന് ദൈവസന്നിധിയിൽ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ വേദഭാഗത്തെക്കുറിച്ച് ഞാൻ പങ്കുവയ്ക്കുന്നതിന് മുൻപായിട്ട് ഞാൻ പറയട്ടെ, എത്ര ജ്ഞാനികളാണെങ്കിലും
ഒരുവർ അവരുടെ ജീവിതത്തിൽ വലിയ അബദ്ധങ്ങൾ കാണിക്കാം. എത്ര വിവേകമുള്ളവരാണെന്ന് ചിന്തിച്ചാലും മൂഢമായ കാര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരാം. പക്ഷെ അതിനെ തിരുത്തി നേരായ മാർഗത്തിൽ നമ്മളെ നടത്തി നമ്മുടെ ഹൃദയത്തിൻ്റെ വാഞ്ചയറിഞ്ഞ് നമ്മളെ രക്ഷകന്റെ അടുക്കൽ തന്നെ എത്തിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ആരംഭത്തിൽ ഞാൻ പറയട്ടെ. ഞാൻ ഈ സ്റ്റോറി പറഞ്ഞപ്പം ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ ബൈബിൾ ഉള്ളവരെല്ലാം എടുക്കാം. ഇനി എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്കിവിടെ സ്ക്രീനിലുണ്ട്. നിങ്ങളിത് ശ്രദ്ധയോടെ ഈ വാക്യങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഇത് നമുക്ക് പരിചയമുള്ള വേദഭാഗമാണ്. ഇതിൻ്റെ ഇടയിലൂടെ ഇന്ന് ഈ 2023 ആണ്ട് ഡിസംബർ മാസം 24-ാം തീയതിയായത് ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിന് എന്തെങ്കിലും ഇതിൻ്റെ ഇടയിലൂടെ പറയാനുണ്ടോ എന്ന സത്യമാണ്. സംഭവം നമുക്കറിയാമെങ്കിലും നമ്മളോട് പറയാൻ എന്തെങ്കിലും ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഉറക്കെ വായിക്കാം. ആർക്കെങ്കിലും ഈ വേദഭാഗം 12 വരെയുള്ള വാക്യങ്ങൾ 1-2 പേർക്ക്, എല്ലാവരും ഒന്നിച്ചു വായിക്കണമെന്നില്ല, 1-2 പേർക്ക് വായിക്കാൻ ഉറക്കെ വായിക്കാം. നിങ്ങൾക്ക് ആ വീട്ടിൽ തന്നെ ചെന്ന് ശിശുവിനെ മാതാവിനോടൊപ്പം കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. മറിയയല്ല നമസ്കരിച്ചത്, യേശുവിനെയാണ് നമസ്കരിച്ചത്. അപ്പൊ ഇത് മനോഹരമായ ഒരു ചരിത്രമാണെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ വാക്കെന്താണ്? ഇവരെ പറയുന്നത് ജ്ഞാനികൾ എന്നാണ്. നമ്മള് ദൂരെ നിന്നും ഒരു കൂട്ടം ആള് രാജാക്കന്മാർ വന്നു എന്നാ പറയുന്നത്. ചിലര് അങ്ങനെ രാജാക്കൻ പാട്ടുകളിൽ അങ്ങനെയാ പറയുന്നത്. ദൂരെ നിന്നും മരുഭൂമിൻ വഴികളിലൂടെ. അപ്പൊ എത്രമാത്രം വ്യഥകൾ സഹിച്ച് ചലഞ്ചസ് ഏറ്റെടുത്ത് നാളുകൾക്ക് മുമ്പ് യാത്ര ചെയ്ത 3 പേരായിരുന്നില്ല, അവർ ഒരു കൂട്ടം ആളുകളായിരുന്നു. 3 പേരെന്ന് എവിടെയെങ്കിലും നിങ്ങൾ ബൈബിളിൽ കാണുന്നുണ്ടെങ്കിൽ എന്നോട് പറയാം. അങ്ങനെ ബൈബിൾ പറയുന്നില്ല. പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഒരു കൂട്ടം ആളുകൾ. അവർ മശിഹയെ കാണാൻ വേണ്ടി എത്തി. മശിഹയെ കയ്യെത്തുന്ന ദൂരത്തിൽ അവരെത്തിയിട്ടും അവർക്ക് വഴി തെറ്റി. ശരിയാണോ? മശിഹ വളരെ അടുത്ത്. ഇത്രയും ചലഞ്ചസ് ആ കാലത്ത് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് 10 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇന്ന് അറിയുമെന്ന് അറിയത്തില്ല. വേലായുധൻ ചേട്ടനെ പോലുള്ളവർക്ക് ഓർക്കാൻ പറ്റുമെങ്കിൽ, പ്രായമുള്ള ചിലർക്ക് ഓർത്തെടുക്കാൻ പറ്റുമെങ്കിൽ, ഒരു 30 വർഷം മുമ്പ് കേരളത്തിൽ യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ ഓർക്കാറുണ്ടോ? എറണാകുളത്തൊക്കെ കുറച്ചുകൂടെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരുന്നു. പഴയ വണ്ടികളൊക്കെ ഓർക്കുന്നുണ്ടോ? ജോസഫ് അങ്കിൾ ഇവിടെ ഇരിപ്പുണ്ട്. ഐ എം ഷുവർ ഹി ക്യാൻ ടെൽ. അപ്പൊ 30 വർഷം മുമ്പ് എത്ര ദുസ്സഹമായിരുന്നു ചെറിയൊരു യാത്ര പോലും. ഇത്രയും വലിയൊരു യാത്ര ചെയ്യാൻ അവരേറ്റെടുത്ത ചലഞ്ച് എന്തായിരുന്നു? വെല്ലുവിളി എന്തായിരുന്നു? റിസ്ക് എന്തായിരുന്നു എന്നൊന്ന് ചിന്തിക്കാമോ? അവർ യഹൂദന്മാർക്ക് പുറത്തുള്ളവരായിരുന്നു. They were not Jews. യഹൂദന്മാർക്ക് പുറത്തുള്ളവരായ ജനങ്ങളും യേശുവിനെയാണ് കണ്ടെത്തേണ്ടതെന്നും യേശുവിനെയാണ് ആരാധിക്കേണ്ടതെന്നും ശക്തമായൊരു സന്ദേശം അതിലൂടെ നമ്മളോട് പറയുകയാണ്. യേശുവിനെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അങ്ങനെ അന്വേഷിക്കാൻ നമുക്ക് മനസ്സ് വച്ചാൽ ലോകം മുഴുവനും വിവിധമായ നിലകളിൽ സാഹചര്യങ്ങൾ അതിന് തുണ നിൽക്കും, നമ്മെ സഹായിക്കും, വഴികൾ കാണിച്ചു തരും. വഴി തെറ്റിയാലും നമ്മളെ വഴിതിരിച്ച് ശരിയായ ദിശയിൽ കൊണ്ടെത്തിക്കും. ഇതല്ലേ ഈ സ്റ്റോറിയുടെ ഒരു ആകത്തുക.
ഈ ചരിത്ര കഥയിൽ നമുക്ക് പഠിക്കാവുന്ന ചില മഹത്തായ പാഠങ്ങളിൽ ഒന്ന് ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ പറയാം. യേശുവാണ് മശിഹ എന്നുള്ളതാണ്. യേശുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. യേശുവിന് അർഹമായ മഹത്വം കൊടുക്കണം. ചിലർ ചോദിക്കും, യേശുവിനെ ആരാധിച്ചതായിട്ട് ബൈബിളിൽ എവിടെയാണ് തെളിവ്? ഈ മത്തായി സുവിശേഷത്തിൽ തന്നെ നമ്മൾ അതിന് തെളിവ് കാണുകയല്ലേ. ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുമ്പോൾ, യേശു ആരാധന സ്വീകരിച്ചു, ആരാധിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ. യേശു ദൈവമാണെന്നുള്ളതാണ്. അപ്പൊ യേശു മശിഹയാണെന്നും മശിഹയെ ആരാധിക്കേണ്ടത്, മശിഹയ്ക്ക് അർഹമായ ബഹുമാനം കൊടുക്കണമെന്നും ഉള്ളതാണ് ആദ്യത്തെ സത്യം. രണ്ടാമത്തെ സത്യം എന്താണ്? യഹൂദന്മാര് മാത്രമാണ്, അവൻ സ്വന്തത്തിലേക്കാണ് വന്നത്. സ്വന്തമായവർ അവനെ കൈക്കൊണ്ടോ ഇല്ലയോ? കൈക്കൊണ്ടില്ല. സ്വന്തമായവര് കൈക്കൊണ്ടില്ല. എന്നാൽ അവനെ കൈക്കൊണ്ട് അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുന്നവന് അധികാരം കൊടുത്തു എന്ന സത്യം നമുക്കറിയാം. അപ്പൊ യഹൂദന്മാര് മാത്രമല്ല കർത്താവിനെ ആരാധിക്കേണ്ടത്, കർത്താവിൻ്റെ അടുക്കിലേക്ക് വരേണ്ടത്. ദൂരെ നിന്ന് വന്ന ഇവർ ഒരർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ദാനിയേല് പണ്ട് ബാബേലിൽ ഉണ്ടായിരുന്ന കാലത്ത് അവിടെ ഒരു ആത്മീയമായ കാഴ്ചയും ഉണർവും ഉണ്ടായി. അന്ന് ഡെവലപ്പ് ചെയ്ത ഒരു സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ നക്ഷത്രത്തെ കണ്ടതെന്നൊക്കെ പറയുന്ന ചിന്തകളുണ്ട്. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, പക്ഷെ പോസിബിലിറ്റീസ് ആർ ദേർ. കാരണം ദാനിയേലിന്റെ ദൈവമാണ് ലോകത്തിലെ ദൈവമെന്ന് അന്നത്തെ ജാതീയ രാജാവ് പോലും സാക്ഷ്യം പറഞ്ഞിരുന്നു. ശരിയാണോ? ദാനിയേലിന്റെ പുസ്തകം അങ്ങനെയാ പറയുന്നത്. അദ്ദേഹം വിശ്വാസിയായില്ല എങ്കിലും അദ്ദേഹം പറഞ്ഞ സത്യം വളരെ കൃത്യമായിരുന്നു. അപ്പൊ ആ കാലത്തുണ്ടായ ഉണർവിന്റെ ഒരു അനന്തരഫലമാണ് കിഴക്ക് നിന്ന് വന്ന ഈ വിദ്വാൻമാർ, ഈ ജ്ഞാനികളായ മനുഷ്യർ എന്നൊരു കണക്കുണ്ട്. പക്ഷെ ഇവർ യഹൂദന്മാരായിരുന്നില്ല. they were outside of Jews. മത്തായി തന്റെ സുവിശേഷം എഴുതുമ്പം ആട്ടിടയന്മാർ കാണാൻ വരുന്ന കാര്യത്തെക്കുറിച്ചല്ല എഴുതിയത്. മറിച്ച് യഹൂദന് പുറത്തുള്ള ജാതികളുടെ പ്രതിനിധികളായ ഈ ജ്ഞാനികൾ, ഈ വിദ്വാൻമാർ യേശുവിനെ അന്വേഷിച്ചു വരുന്നതാണ് കാണിക്കുന്നത്. മത്തായി അവസാനിപ്പിക്കുന്നു അങ്ങനെയാ, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോകണം, സകല സൃഷ്ടികളോടും സുവിശേഷം പറയണം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണം. അപ്പൊ ലോകവ്യാപകമായ ഒരു കൽപ്പനയാണ് മത്തായി നമ്മളോട് പറയുന്ന. ലോകവ്യാപകമായി സുവിശേഷം എത്തണമെന്നും യഹൂദൻ എന്ന സങ്കുചിതമായ മനോഭാവത്തിൽ രക്ഷകനെയും മശിഹയെയും കാണുന്ന ആ ചിന്താഗതിയെ തച്ചുടയ്ക്കണമെന്നുമുള്ള മനോഭാവത്തോടു കൂടെ തന്നെയാണ് താൻ എഴുതിയത്. അതുകൊണ്ടായിരിക്കണം ആദ്യം ഇത് ഹൈലൈറ്റ് ചെയ്ത് വളരെ കൃത്യമായ ചില വിവരണങ്ങൾ മത്തായി സുവിശേഷത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ആ ശിഷ്യന് ആ ബോധമുണ്ടായിരുന്നു. യഹൂദൻ മാത്രമല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്, യഹൂദന് മാത്രമുള്ളതല്ല സത്യദൈവം. ഷുവർ ഇനഫ് യഹൂദനെ ഒരു വഴിയായി ദൈവം ഉപയോഗിച്ചു, സകല ജാതികളെയും അനുഗ്രഹിക്കാനും രക്ഷയിലേക്കും വിശ്വാസത്തിലേക്കും സത്യത്തിലേക്കും നയിക്കാനും. പക്ഷെ യഹൂദൻ മാത്രമല്ല സത്യ ആരാധകരായി തീരേണ്ടത്. സത്യനമസ്കാരികൾ എവിടെയായിരുന്നാലും പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വരുന്നു. ഇന്ന് ഇസ്രായേലിന്റെ എത്ര ആയിരം കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് കൊച്ചിയെങ്കിലും ഇന്ന് ഈ പട്ടണത്തിൽ ഇരുന്ന് ഏകസത്യ ദൈവത്തെ ആരാധിക്കുന്ന ആയിരങ്ങളോട് ചേർന്ന് നമുക്ക് കർത്താവിനെ ആരാധിപ്പാൻ ഒരു കൊച്ചുകൂട്ടമായി ദൈവം തന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയാമോ? പക്ഷെ നമ്മുടെ പ്രതിനിധിയായി മുന്നോടിയായി പോയത് ഈ വിദ്വാൻമാരായിരുന്നു. അവർ കർത്താവിൻ്റെ അടുക്കലേക്ക് പോകാൻ ഒരുപാട് റിസ്ക് എടുത്തു പോയി. നാളുകൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു അന്വേഷണത്തിൻ്റെ അനന്തരഫലമായിരുന്നു അത്.
അവരുടെ ബലവും ജ്ഞാനവും അവരുടെ ധനവും എല്ലാം ചിലവഴിച്ചുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു അത്. We would wonder for a few minutes. They were taking all this risk. ചില മിനിറ്റുകൾക്ക് വേണ്ടി ഇത്രയും അധികം റിസ്ക് എടുക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വീണ നമസ്കരിച്ചു, കാഴ്ച കൊടുത്തു, അവർ സ്ഥലം വിട്ടു. For a few moments. It may be for a few moments that we get together. നമ്മൾ ചിലപ്പോൾ ഒരുമിച്ച് കൂടുന്ന 2 മണിക്കൂറായിരിക്കാം. പക്ഷെ അതിനുവേണ്ടി ആരംഭിക്കുന്ന ഒരുക്കങ്ങൾ ദൈവം മുമ്പിൽ കണക്കുള്ളതാണെന്ന് ഞാൻ പറയട്ടെ. ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ ഒരുക്കുന്ന ഒരുക്കങ്ങൾ പോലും ആരാധനയുടെ ഭാഗമായി തന്നെ കാണണം. അതിനുവേണ്ടി വീട്ടിൽ വരുത്തുന്ന ക്രമീകരണങ്ങൾ, തലേ ദിവസം നിങ്ങൾ ചെയ്യുന്ന ജോലികളെ ഒതുക്കുന്ന വിധങ്ങൾ എല്ലാം നിർണായകം തന്നെയാണ്. അവർ നടന്നു വന്ന യാത്രയെക്കുറിച്ച് എത്ര നാൾ മുമ്പ് അവർ യാത്ര തിരിച്ചു എന്നൊന്നും നമുക്ക് വ്യക്തതയില്ല. കുറേ നാളുകൾ എടുത്തു കാരണം അന്നത്തെ കാലത്തെ യാത്ര അത്രയ്ക്കും ദുസ്സഹമായിരുന്നു. എങ്കിലും അവരെ നയിക്കാൻ ദൈവം വഴികളെ ഒരുക്കിയിരുന്നു. അവരെ സംരക്ഷിക്കാൻ ദൈവം വഴികൾ ഒരുക്കിയിരുന്നു. അവരുടെ ഇന്ന് തന്നെ യു പിയിലെ ചില ഭാഗങ്ങളിലൊക്കെ പോയാൽ, യു പിയിലല്ല മധ്യപ്രദേശിലെ ചില ഭാഗങ്ങളിലൊക്കെ പോയ വഴിക്കള്ളന്മാരെന്നൊക്കെ പണ്ട് കഥകളിൽ നമ്മൾ വായിച്ചിട്ടേ ഉള്ളൂ, ഡെക്കോയിറ്റ്സ്. ഇത് ഇന്നും ഈ 21ാം നൂറ്റാണ്ടിലും ഒരു റിയാലിറ്റിയാണ് നമ്മുടെ രാജ്യത്ത്. വി കനോട്ട് ക്യാരി, ഇവർ വാല്യൂബിൾസ് ഒക്കെ ക്യാരി ചെയ്തുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. അവരെ ഈസിലി അവരെ കൊല്ലപ്പെടാമായിരുന്നു, അപഹരിക്കപ്പെടാമായിരുന്നു. But yet they were protected. സാഹചര്യങ്ങൾ അനുകൂലമാക്കി അവരെ വഴി നടത്തി. അവസാനം വഴി തെറ്റിയിട്ടും വഴി തിരിച്ച് ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തിച്ച ദൈവത്തിൻ്റെ ഒരു കരമുണ്ട്. ഈ യാത്രയിൽ എത്രമാത്രം ദൈവം പ്രവർത്തിക്കുന്നു, നമ്മുടെ കൂടെ നിന്ന് സാധാരണമായ സാഹചര്യങ്ങൾ പ്രവർത്തിക്കുന്നു. നമ്മുടെ ജാഗ്രതയും ദൈവത്തിൻ്റെ പ്രവൃത്തിയും ഇത് ചേർന്ന് വരുമ്പോഴാണ് കാര്യങ്ങൾ നടക്കുന്നത്, കാര്യങ്ങളിലേക്ക് നമ്മൾ ചെന്നെത്തുന്നത് എന്ന കാഴ്ച നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയുന്നുണ്ടോ? യഹൂദൻ മാത്രമല്ല, യഹൂദന് പുറത്തുള്ളവരും യേശുവിനെ ആരാധിക്കണം. നമ്മുടെ പ്രതിനിധി ഇനിയിപ്പം നമ്മൾ ചിന്തിക്കുന്ന സത്യത്തിനൊരു അടിസ്ഥാനം വേണ്ടേ? ജാതികളായ യഹൂദന് പുറത്തുള്ള നമ്മൾ കർത്താവിനെ ആരാധിക്കുക എന്നതിന് ബൈബിളിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചാൽ മത്തായി ആ അടിസ്ഥാനം കൂടെ തരുന്നത്. Look at this wise men always seek after God. ജ്ഞാനികൾ ദൈവത്തെ അന്വേഷിക്കും, വെല്ലുവിളികൾ ഏറ്റെടുക്കും, എത്ര റിസ്ക് ആണെങ്കിലും ഏറ്റെടുത്ത് കർത്താവിനെ കണ്ടെത്താൻ വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിലേക്ക് നടക്കും. ഹല്ലേലൂയ. നമ്മുടെ പ്രതിനിധികൾ ഈ ജ്ഞാനികളാണ്, നമ്മുടെ മുന്നോടികൾ, വിശ്വാസത്തിൽ നമ്മുടെ മുന്നോടി അവരായിട്ടാണ് മത്തായി നമ്മളെ ഇന്ന് കാണിച്ചു തരുന്നത്. മൂന്നാമത്തെ സത്യം, ഒരു നക്ഷത്രം. There are a lot of controversies with a star today. നക്ഷത്രം തൂക്കാമോ തൂക്കാൻ പാടില്ലയോ എന്നൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളുടെ, ഇത് പാഗനാണോ, ഇത് ജാതീയമായ ചിന്തകളിൽ നിന്ന് വന്നതാണോ? And I don't want to get into any kind of controversies. പക്ഷേ I would like you to see something very special. കഴിഞ്ഞ ദിവസം എനിക്ക് വന്ന് ജോസഫ് അങ്കിൾ ഒരു വീഡിയോ അയച്ചിരുന്നു. HI ഫാമിലിയിലല്ലേ അയച്ചത്? യെസ്, ഒരു വീഡിയോ അയച്ചിരുന്നു. ആൻഡ് പാസ്റ്റർ ഡിഡ് റെസ്പോണ്ട് ടു ഇറ്റ് ഇൻ സം വേ. അപ്പം നമ്മൾ അതിൻ്റെ കോൺട്രവേഴ്സ്യൽ സൈഡ് അല്ല ഞാൻ പറയുന്നത്. സോ വി ഹാവ് ദ ഫ്രീഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അതിനനുസരിച്ച് ഏറ്റവും യോഗ്യമായ നിലയിൽ നമുക്ക് അത് ചെയ്യാം. പക്ഷേ എന്താണ് ഈ സ്റ്റാർ, എങ്ങനെയാണ് ഈ നക്ഷത്രത്തെ ഇവർ കണ്ടത്, എങ്ങനെയാണ് ഇത്രയും ദൂരം നടക്കാൻ തക്കവണ്ണം, എങ്ങനെയാണ് ഈ നക്ഷത്രം? നമുക്കിന്ന് സയൻസ് പഠിക്കുന്നവർക്ക് അറിയാം, നക്ഷത്രം അങ്ങനെ നമ്മൾ നീങ്ങുന്ന പോലെ നീങ്ങുന്ന ഒരു സാധനമല്ല. നക്ഷത്രം എങ്ങനെ കൃത്യമായിട്ട് യേശു നിൽക്കുന്ന അതിൻ്റെ ആ വീടിൻ്റെ
മുകളിൽ വന്ന് നിന്നു. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ഒന്നുമല്ല. നക്ഷത്രങ്ങൾ എത്ര ഭയങ്കരമാണെന്നാ ബൈബിൾ പറയുന്നത്, അല്ലെ സയൻസ് പറയുന്നത്. ബൈബിൾ നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചത് ദൈവമാണെന്നും സംഖ്യാക്രമത്തിൽ ഓരോ നക്ഷത്രങ്ങളെയും പുറപ്പെടുവിക്കുന്നത് ദൈവമാണെന്നും അവ ഓരോന്നിനും പേർ വിളിക്കുന്നത് ദൈവമാണെന്നും ബൈബിൾ പറയുന്നു. He names the star. നെയിം ചെയ്യാൻ കടൽക്കരയിൽ പോയി കുറച്ച് ഒരു പിടി മണൽത്തരി വാരിയിട്ട് എത്ര എണ്ണം ഉണ്ടെന്നൊന്ന് എണ്ണിയിട്ട് അതിന് ഓരോന്നിനും ഓരോ പേരിടാമോ? നമുക്ക് തോന്നുന്നതാണ് ഇന്ന് പേര്, സ്ഥലത്തിൻ്റെ ആയാലും ആളുകളുടെ ആയാലും ഒക്കെ പേര്. ഇനി എന്ത് പേരിട്ടാലും ഇത്രയും നക്ഷത്രങ്ങൾക്ക് പേരിടുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ഏത് നക്ഷത്രമാ ഇത്? എങ്ങനെ ഇത് ശരിക്ക് നക്ഷത്രം തന്നെ ആയിരുന്നോ, അതോ ഒരു വെളിച്ചമായിരുന്നോ, അതോ ഒരു ഗ്ലോ ആയിരുന്നോ, കോമറ്റ് ആയിരുന്നോ? വി ഡോണ്ട് നോ. എന്തായാലും ഇത്രയും വലിയ നക്ഷത്രങ്ങൾക്ക് ഇത്രയും കൃത്യമായി ഈ കൊച്ചു വീടിന്റെ മുകളിൽ ആ വിധത്തിൽ എങ്ങനെ അവർക്ക് ഗ്രഹിക്കാൻ പറ്റി എന്നൊക്കെയുള്ള ഒത്തിരി ഡിഫിക്കൽട്ടായ ചോദ്യങ്ങളുണ്ട്. വി ഡോണ്ട് ഹാവ് ആൻസേഴ്സ് ടു ഇറ്റ്, ബട്ട് വി നോ for sure the star was guiding them. ഈ നക്ഷത്രം ഇവരെ നയിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അപ്പൊ അങ്ങനെ അത്രയും നക്ഷത്രം ഒരു GPS പോലെ ഒരർത്ഥത്തിൽ അവരെ നയിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് വി നോ ദാറ്റ് പ്രാക്ടിക്കലി ടുഡേ ആ വിധത്തിൽ നമുക്ക് സയൻസിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാൻ കഴിയില്ല. ബട്ട് വൺ തിങ് ഈസ് ഷുവർ, ദ സ്റ്റാർ വാസ് ഗൈഡിങ് ദം ടു ക്രൈസ്റ്റ്. ആ ഒരു കാര്യത്തിൽ ഉറപ്പാണ്. അത് ഏത് ഗ്ലോ ആയിരുന്നാലും ഇനി കോമറ്റ് ആയിരുന്നാലും ഏത് വിധത്തിലാണെങ്കിലും കർത്താവിലേക്ക് നയിച്ചു എന്നുള്ളത് ഉറപ്പാണോ? അവരവിടെ എത്തി എന്നുള്ള ഉറപ്പാണോ? അത് നമുക്ക് തൂക്കാനും തൂക്കാതിരിക്കാനും ഒന്നുമുള്ള റൈറ്റോ അങ്ങനെ ഒരു കൽപ്പനയോ ഒന്നും തരുന്നില്ല. ദാറ്റ് ഈസ് നോട്ട് ദ പോയിന്റ്. ദ പോയിന്റ് ഈസ് ദിസ്: ദൈവം പ്രപഞ്ചത്തിലുള്ള എന്തിനേയും വിളിക്കും, ഉപയോഗിക്കും. ദൈവപുത്രനാകുന്ന ഏക സത്യ ദൈവമായ ഏകരക്ഷകനായ ആകാശത്തിന്റെ കീഴിലെ ഏകനാമമായ ക്രിസ്തുവിനെ ആരാധിക്കാൻ വേണ്ടി, അതിലേക്ക് നയിക്കാൻ വേണ്ടി ഈ പ്രപഞ്ചത്തിലെ എക്സ് ഓർ വൈ നക്ഷത്രമായാലും മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും, ആ അച്ഛൻ പാടിയ പാട്ട് വളരെ മനോഹരമാണ്, കാറ്റും കടലും എല്ലാം, മിന്നലും, യു നെയിം ഇറ്റ്, നക്ഷത്രങ്ങളും എല്ലാം, എന്തു വേണമെങ്കിലും കർത്താവിന് ഉപയോഗിക്കാം. തൻ്റെ സത്യങ്ങൾ തൻ്റെ ജനത്തിന് കൊടുക്കാൻ, തൻ്റെ ജനത്തെ നയിക്കാൻ, കാറ്റിനെ അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ബൈബിൾ പറയുന്നു. യു വിത്ത് മീ? എന്നോടൊപ്പം ഉണ്ടോ നിങ്ങൾ? ദാറ്റ് ഈസ് ദ പോയിന്റ്. ഗോഡ് യൂസസ് ദിസ്. ദൈവം ഇതിനെ ഉപയോഗിക്കും. ഗോഡ് ഈസ് കോളിംഗ്. കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഇന്ന് നടക്കുന്നു. ഒരിക്കലും വെള്ളം കയറത്തില്ലെന്ന് ചിന്തിച്ച സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകുന്നു. ഒരിക്കലും ഷെയ്ക്ക് ചെയ്യാത്ത സ്ഥലങ്ങൾ ഇളകുന്നു. എക്കോണമികൾ ഇളകുന്നു. ഉറപ്പായ രാജ്യങ്ങൾ ഇളകുന്നു. ഉറപ്പുണ്ട്, മൂല്യമുണ്ടെന്ന് നമ്മൾ ചിന്തിച്ച വസ്തുക്കൾക്ക് മൂല്യം കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ ഇല്ലാതാകുന്നു. ഗോഡ് യൂസസ്. ദൈവം എല്ലാറ്റിനെയും ഉപയോഗിക്കും. എന്താ ഉദ്ദേശം? ആത്യന്തികമായ ദൈവത്തിൻ്റെ ഉദ്ദേശം തൻ്റെ പുത്രനെ ആരാധിക്കാനായി, തൻ്റെ പുത്രനിലൂടെ രക്ഷ പ്രാപിക്കാനായി മനുഷ്യനെ നയിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ കാഴ്ച ഈ നക്ഷത്രം നമുക്ക് തരുന്നു എന്ന് ഞാൻ ചിന്തിക്കുക. ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് ദ ബൈബിൾ, there are many places that we see ദൈവം കാറ്റിനെ ഉപയോഗിച്ചത്, വെള്ളത്തെ ഉപയോഗിച്ചത്, ദൈവം സാഹചര്യങ്ങളെ ഉപയോഗിച്ചത്,
തെളിവുകൾ എത്ര എണ്ണം നമുക്ക് നിരത്താൻ കഴിയും? ആകാശത്തെയും ഭൂമിയെയും ഇളക്കും. God is going to shake everything. Shake the heavens. നക്ഷത്രങ്ങൾ ആകാശങ്ങളിലാണ്. Why would he do that? ഈ ഇളക്കമുള്ളതിനെ എല്ലാം ഇളക്കുമെന്ന് ബൈബിൾ പറയുന്നത് എന്തുകൊണ്ടാണ്? Why would he do that? ഇളകാത്ത ഒന്നിനെ സ്ഥാപിക്കാൻ, ഇളക്കാൻ പറ്റുന്നതിനെ എല്ലാം ദൈവം ഇളക്കും. ഇളകാത്തതെന്ന് നമ്മൾ ചിന്തിക്കുന്നത് എല്ലാറ്റിനെയും ദൈവം ഇളക്കും. God will shake it because we have received an unshakable kingdom. ഇളകാത്ത ഒരു രാജ്യം നമുക്കായി കർത്താവ് ഒരുക്കുന്നുണ്ട്. പറഞ്ഞാട്ടെ, can you tell yourself, God is making an unshakable kingdom. ഒരിക്കലും ഇളക്കാൻ പറ്റാത്തൊരു രാജ്യത്തെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. ആ ഇളകാത്ത രാജ്യം പിറക്കാൻ വേണ്ടി തുടങ്ങുമ്പം ഇളക്കമുള്ളതെല്ലാം ഇളകും. അതിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ അടക്കമുണ്ടാകും. എന്നെ ശ്രദ്ധിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതുകൊണ്ട് ഈ നക്ഷത്രത്തിൽ നമ്മൾ പഠിക്കുന്ന പാഠം എല്ലാ വസ്തുതകളെയും തൻ്റെ പുത്രനെ ആരാധിക്കാനായി, സ്നേഹിക്കാനായി, രക്ഷ പ്രാപിക്കാനായി ദൈവം വിളിക്കുകയാണ്. He is using the circumstances and substances and the things he has created. കർത്താവ് സൃഷ്ടിച്ച സൃഷ്ടികളെയും അവിടുന്ന് വിളിക്കുകയാണ്. ബൈബിൾ പറയുന്നു, സകലവും യേശുക്രിസ്തു മുഖാന്തരവും അവനായിട്ടും, പറഞ്ഞാട്ടെ, അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു. What does that mean? All things were made by him. അത്രയും പറഞ്ഞാൽ നിർത്താൻ പറ്റും. It's for him. ഒന്നുകൂടെ പറഞ്ഞാട്ടെ, by him and for him. അവനാൽ സൃഷ്ടിക്കപ്പെട്ടു, ക്രിസ്തുവിനാൽ സൃഷ്ടിക്കപ്പെട്ടു, ക്രിസ്തുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. രണ്ടർത്ഥമാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ അടുക്കൽ, നമ്മുടെ വീടിന്റെ അടുക്കലുള്ള കൊച്ചു മലയുണ്ടല്ലോ, ക്രിസ്തുവിനായി സൃഷ്ടിക്കപ്പെട്ടു, ക്രിസ്തുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. നമ്മൾ കാണുന്ന കാറ്റുണ്ടല്ലോ, മഴയുണ്ടല്ലോ, ഇതെല്ലാത്തിൻ്റെ ഒരു എൻഡ് പർപ്പസ് ഉണ്ട്, അന്തിമമായി ലക്ഷ്യമുണ്ട്. ഇറ്റ് ഈസ് ഫോർ ഹിം. ഇറ്റ്സ് ഫോർ ഹിം. ഫോർ ഹിം വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ആ തിരിച്ചറിവോടെ നമുക്കായിരിക്കാം. ഒരല്പം ആഗ്രഹം, കർത്താവിനെ ആശ്രയിപ്പാനും വിശ്വസിപ്പാനും അന്വേഷിപ്പാനും ഉള്ള ജാഗ്രതയുണ്ടെങ്കിൽ ദൈവം സാഹചര്യങ്ങളെ ഉപയോഗിക്കും, വസ്തുതകളെ ഉപയോഗിക്കും, ജനങ്ങളെ ഉപയോഗിക്കും, രാഷ്ട്രത്തലവന്മാരെ ഉപയോഗിക്കും. ദൈവം സൃഷ്ടിച്ച ഏത് വസ്തുക്കളെ വേണമെങ്കിലും ദൈവത്തിന് ഉപയോഗിക്കാമെന്ന മഹത്തായ സത്യത്തെ ഈ സ്റ്റോറി, ഈ ചരിത്ര കഥ നമ്മളെ കാണിക്കുകയാണ്. നാലാമത്തെ സത്യം, രണ്ട് തരത്തിലുള്ള ആളുകളെ നമ്മളിവിടെ കാണുകയാണ്. ഒരു കൂട്ടം ആളുകൾ കർത്താവിനെ ആരാധിക്കാൻ മനസ്സില്ലാത്തവർ. അവരാരൊക്കെയാണ്? ഈ സ്റ്റോറി നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. ഒരു കൂട്ടം ആളുകൾ, ഓ കർത്താവ്, നമ്മൾ എത്ര കേട്ടതാ, ബൈബിൾ പ്രസംഗമോ, ഓ അതിനൊന്നും അത്ര വലിയ പ്രാധാന്യം കാണാത്ത മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും. ചോദിച്ച ചോദ്യം എന്താണ്? യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ ആരെന്നല്ല വിദ്വാൻമാർ ചോദിച്ചത്. ആണോ? എവിടെ? ദ ക്വസ്റ്റ്യൻ വാസ് വേർ. പക്ഷെ അവരുടെ ഉള്ളിലുള്ള അങ്കലാപ്പ് എന്തായിരുന്നു? ഇറ്റ് വാസ് നോട്ട് വേർ, അതവർ കണ്ടുപിടിച്ചുവെങ്കിലും ഹൂ,
ഹൂ, ആര്? ആരാണ് രാജാവായി പിറന്നവൻ? ആര്? അവര് ചോദിച്ചു, എവിടെ? വേർ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കണ്ടു, അടയാളം കണ്ടു, വന്നു, ആരാധിക്കാൻ വന്നു. ക്രിസ്തുവിനെ ആരാധിക്കാൻ മനസ്സില്ലാത്തവരുടെ ഉള്ളത്തിൽ എന്താ ഉണ്ടാവുന്നത്? ഭയം, വിദ്വേഷം, കലക്കം. യേശുവിനെ ആരാധിക്കാൻ മനസ്സുള്ള ഇവരുടെ ഉള്ളിൽ, ഈ വിദ്വാൻമാരുടെ ഉള്ളിൽ എന്താ ഉണ്ടായത്? വലിയ സന്തോഷം, മഹാസന്തോഷം. ക്രിസ്തുവിനെ ആരാധിക്കാൻ മനസ്സില്ലാത്തവരുടെ ഉള്ളിൽ എന്താ ഉണ്ടാകുന്നത്? എന്തിനാ ഇവർ പേടിക്കുന്നത്? അന്നത്തെ റൂളറായ കിങ്ങായ ഹെരോദാവ് എന്തിനാണ് പേടിച്ചത്? ഒരു കൊച്ചു ജനിച്ചെന്നും പറഞ്ഞ് എത്ര വലിയ കാര്യമുണ്ടോ? ആരോ പറഞ്ഞു 70 കൊല്ലം മുൻപ് ഗുജറാത്തിന്റെ ഏതോ ഒരു ഗ്രാമത്തിൽ 70 കൊല്ലങ്ങൾക്ക് ശേഷം ഈ രാജ്യത്തെ ഭരിക്കുന്ന ഒരു ഭരണാധികാരി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ബോധർ ചെയ്തോ? You tell me. Did anybody bother? But yet അവിടെ ഏതോ ഒരു ഗ്രാമത്തിൽ ജനിച്ച ഒരു കുഞ്ഞ് ആണ് ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. അങ്ങനെ എന്താ അവർ കാണാഞ്ഞ്? Who bothers? ഇനിയും നാളെ ഈ രാജ്യത്തെ ഭരിക്കേണ്ട കുഞ്ഞ് ഇന്ന് ജനിച്ചിട്ടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആൻഡ് ആർ വി കൺസേൺഡ് അബൌട്ട് ദം? പിന്നെ എന്തുകൊണ്ടാണ് യേശുവിനോട് ഇത്ര വിദ്വേഷം വരാൻ കാരണം? അതിന്റെ ഉത്തരം നിങ്ങളൊന്ന് പറയാമോ? Why were they afraid? ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നതും യഹോവയ്ക്കും തന്റെ അഭിഷക്തനും വിരോധമായിട്ടാണ്. Why would they do that? Because they don't want to surrender. They don't want to accept a ruler. ഈ റൂളർ സാധാരണമായ റൂളർ അല്ല, മശിഹ എന്നാണ്. മശിഹ എന്നാൽ അർത്ഥം ലോകത്തെ മുഴുവനായി ഭരിക്കാൻ പോകുന്ന ലോകത്തിന്റെ രാജാവെന്നാണ്. He is the anointed king. He is the established king എന്നാ 2-ാം സങ്കീർത്തനം തന്നെ അത് പറയുന്നു. എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു, വാഴ്ച കഴിഞ്ഞു, വാഴിച്ചിരിക്കുന്നു. എന്താ കൊറോണേഷൻ എന്നല്ലേ പറയുന്നത്? അത് കഴിഞ്ഞു. Who is that king? His name is revealed. His name is Christ. He is the everlasting king. ഈ എവർലാസ്റ്റിംഗ് കിങ് ആണ് ക്രിസ്തു എന്ന സത്യത്തിനാണ് എല്ലാവരും മത്സരിക്കുന്നത്. ഈ കർത്താവിനെതിരെയുള്ള മത്സരമാണ് ലോകമെമ്പാടും കാണുന്നത്. ഓരോരോ രൂപങ്ങളിലും ഭാവങ്ങളിലും കാണുന്ന മത്സരമാണത്. മനസ്സിലാവുന്നുണ്ടോ? ആ മത്സരത്തിന്റെ പുറകിൽ മനുഷ്യൻ മാത്രമല്ല, ഇരുളിന്റെ ശക്തികൾ ആസകലം, ഇരുളിന്റെ ശക്തികൾ ആകമാനം മനുഷ്യന്റെ പുറകിലും പ്രവർത്തിക്കുന്നുണ്ട്. That it is a rebellion against God. ദൈവത്തിനെതിരെ, ദൈവത്തിൻ്റെ വാഴ്ചകൾക്കെതിരെ ഉള്ള മത്സരമാണത്. മത്സരിക്കരുതേ. എത്ര നിസ്സംഗമായി, എത്ര നിസ്സാരമായിട്ടാണ് ശാസ്ത്രിമാര് ഈ കാര്യത്തെ കണ്ടത്. ഈ ശാസ്ത്രിമാരും പരീശന്മാരും യേശു എവിടെയാണ് ജനിക്കുന്നതെന്ന് എല്ലാ റെക്കോർഡുകളും എടുത്ത് പരിശോധിച്ച് കണ്ടെത്തി. അവരെന്താ കണ്ടെത്തിയത്? അവർക്ക് മനസ്സിലായി, യഹൂദ്യ ദേശത്തിലെ ബേത്ലഹേമിലാണ് മശിഹ ജനിക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ, ആ ഒരു ആകാംക്ഷയോ ക്യൂരിയോസിറ്റിയോ ഇല്ലാതെ അതിനെ നിസ്സാരമായി തള്ളിയ ഈ ശാസ്ത്രിമാരും പരീശന്മാരും അവരോടൊപ്പം ഉണ്ടായിരുന്ന അന്നത്തെ വിശ്വാസ സമൂഹവും എന്തുകൊണ്ടാണ് ഇവരോടൊപ്പം പുറപ്പെട്ടു പോകാഞ്ഞത്? ഒരല്പമെങ്കിലും ക്യൂരിയോസിറ്റിയോടെ, എന്നാൽ ഞങ്ങളും ഇനിയിപ്പോൾ ഇത് സത്യമാണെങ്കിലോ, ആരോ പറഞ്ഞു ബിരിയാണി കൊടുത്തെങ്കിലോ എന്ന് പറയുന്ന പോലെ, ബിരിയാണി കൊടുക്കത്തൊന്നുമില്ല, ഇനി അവിടെ ബിരിയാണി കൊടുത്തെങ്കിലോ എന്നെങ്കിലും ഒരു ചെറിയ ആകാംക്ഷ.
ഇല്ല. യേശുവിനെ ആരാധിക്കാൻ മനസ്സില്ലാത്തവർക്ക് രണ്ട് തരം നിസ്സംഗതയാണ്. ഒന്ന്, ദേ ഡോണ്ട് കെയർ. അതൊന്നും അത്ര വലിയ കാര്യമല്ല, വേറെ എന്തെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. റിയലി വേറെ പ്രധാനപ്പെട്ട കാര്യമില്ല പ്രിയരെ. ക്രിസ്തുവിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യമില്ല. വൺ തിങ്, ഒരു കാര്യം ഞാൻ ആഗ്രഹിക്കുന്നു, അത് തന്നെ ആഗ്രഹിക്കുന്നു. വൺ തിങ് that we must desire. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ജീവിതത്തിൽ ഒരു കാര്യം മാത്രമേ ആഗ്രഹമുള്ളെങ്കിൽ മറ്റുള്ള എല്ലാ ആഗ്രഹങ്ങളും മാറ്റിവെച്ചിട്ട് ഇതാണ് ആഗ്രഹിക്കേണ്ടത്. ഒരു കാര്യം മാത്രം ആഗ്രഹിക്കാനേ നമുക്ക് ചോയ്സ് ഉള്ളൂ എങ്കിൽ this is something that we have to. എന്ന് വെച്ചാൽ നമ്മുടെ പ്രയോറിറ്റി നമ്പർ 1 കർത്താവാണ്, ആത്മീയമാണ്. otherwise we miss it. അതെനിക്കില്ലെങ്കിൽ, വിശപ്പില്ലാത്തൊരു കുഞ്ഞിനെ ആരോഗ്യമായിട്ട് നമ്മൾ കാണത്തില്ല. ആ ഒരു വിശപ്പ് എനിക്ക് തരണമേ എന്ന് ഒരു നിമിഷം ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാമോ? ദൈവത്തിനായുള്ള വിശപ്പ്, ദൈവത്തിനായുള്ള ദാഹം, ആ വിശപ്പും ദാഹവും എനിക്ക് വേണം. എനിക്ക് ആത്മീയ സത്യങ്ങളെ ഞാൻ ഒരിക്കലും ലഘൂകരിച്ച് കാണില്ല കർത്താവേ, എനിക്ക് ആ ജാഗ്രത കുറവുണ്ട്, എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരെ സഹായിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എനിക്ക് ആ സ്പിരിച്വൽ ഡിലിജൻസ് തരണമേ. മാൻനീർത്തോടുകളിലേക്ക് എത്തുവാൻ കാക്ഷിക്കുന്നത് പോലെ ഒരു കാംക്ഷ എനിക്ക് തരണമേ. It's a desire inside of your heart. Desiring, ദൈവത്തെ ആഗ്രഹിക്കുന്ന മനസ്സ്. രാജ്യത്തെ ഭരണാധികാരിയുടെ ഉള്ളിൽ ഭയം ഉണ്ടായി, വിദ്വേഷം ഉണ്ടായി, കലക്കം ഉണ്ടായി. പക്ഷെ അവർ നൈസായിട്ട് സംസാരിച്ചു. ഞാനും ചെന്ന് നമസ്കരിക്കേണ്ടതിന് നിങ്ങൾ എവിടെയാ പോയെന്ന് പറഞ്ഞു തരാൻ പറഞ്ഞു. പലർക്കും ശരിയായ വിധത്തിലുള്ള ആഗ്രഹമില്ല, മറ്റ് കാര്യസാധ്യങ്ങളാണ് അവരുടെ ചിന്താഗതികൾ. പക്ഷെ അതിന് വിരോധമായി ഇവിടെ നിന്ന് പഠിക്കുന്ന ഏറ്റവും മഹത്തായ മറ്റൊരു സത്യം, ആരാധന എന്താണെന്നുള്ളതിനുള്ള ഒരു വിവരണമാണ്. ആ വിവരണം അറിയണമെങ്കിൽ ആരാധന എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ വിവരണം, അതിൽ വിശദീകരണം അന്വേഷിച്ച് നമ്മൾ ഒത്തിരി പറയാറുണ്ട്. ഒത്തിരി മ്യൂസിക്കൽ വാദ്യോപകരണങ്ങൾ ഉണ്ടെങ്കിലേ ആരാധിക്കാൻ പറ്റൂ. അങ്ങനെ നിർബന്ധമില്ല. ഒരു വാദ്യോപകരണം ഇല്ലെങ്കിലും ആരാധിക്കാം, ഉണ്ടെങ്കിലും ആരാധിക്കാം. ഒറ്റയ്ക്കും ആരാധിക്കാം, കൂട്ടമായിട്ടും ആരാധിക്കാം. ഇതാ ബൈബിൾ പറയുന്നത്. You alone can worship, but together we can worship. എന്താണ് ആരാധന എന്നതിന് ഒരു ചെറിയ വിശദീകരണം നമുക്ക് ഇവിടെ ലഭിക്കുന്നത് പോലെയാണ്. എന്താണ്? ദൈവത്തെ ഈ നക്ഷത്രം കണ്ടതുകൊണ്ട് 4-ാം വാക്യം വായിച്ച് അവരെങ്ങനെ സന്തോഷിച്ചെന്ന മത്തായി സുവിശേഷം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം 10-ാമത്തെ വാക്യമല്ലേ? നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ഈ നക്ഷത്രം കണ്ടതുകൊണ്ടല്ല അവർ ശരിക്കും സന്തോഷിച്ചത്, ക്രിസ്തുവിനെ കാണാൻ പോകുന്നത് കൊണ്ട്, ക്രിസ്തുവിലേക്ക് നടത്തുന്ന നക്ഷത്രമായതുകൊണ്ട് സന്തോഷം. അല്ലെങ്കിൽ ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ സ്റ്റാർ. വാട്ട് ഈസ് their joy? Not the star, but Christ. Oh, I am going to worship Christ and God is using a star to guide me. അതായിരുന്നു അതിൻ്റെ ആധാരം എന്നുള്ളത്. നക്ഷത്രമല്ല ഇവിടുത്തെ പോയിന്റ്. ക്രിസ്തുവിനെ ആരാധിക്കാനുള്ള ജോയ്ഫുൾ ആയിട്ട് നിങ്ങൾ എത്ര പേര് ഇന്ന് യാത്രയിൽ വന്നു? ഐ എം ഗോയിങ് ടു വർഷിപ്പ് ടുഗദർ വിത്ത് അതേഴ്സ് എന്നൊരു ജോയ് നമ്മുടെ ഉള്ളിൽ ഇവിടെ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ മുതൽ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് വർഷിപ്പ്. വളരെ ജോയ്ഫുൾ ആയിട്ട് ദൈവത്തിന് മഹത്വവും പുകഴ്ചയും ബഹുമാനവും അർപ്പിക്കുന്നതാണ് ആരാധന. ത്യാഗാത്മകമായ
ദാനങ്ങൾ, ഗിഫ്റ്റുകൾ കൂടെ കൊടുത്തുകൊണ്ട്, സാക്രിഫിഷ്യലായ ഗിഫ്റ്റുകൾ കൂടെ കൊടുത്തുകൊണ്ട്, അവരുടെ ആരംഭം മുതൽ, അവരുടെ അന്വേഷണം മുതൽ, ശിശുവിനെ വീണ് നമസ്കരിച്ച് മുതൽ അവരുടെ മുഴുവനായ ജീവിതമായിരുന്നു ആരാധന. പക്ഷെ അവര് ഇത്ര റിസ്ക് എടുത്ത ഈ യാത്ര ചെയ്തിട്ടും അവര് ഈവൻ വഴി തെറ്റിയിട്ടും അവർ വിഷമിച്ചോ? അവര് അപകടത്തിലാകും, രാജാവ് പോലും ഇപ്പൊ എതിരാണ് എന്ന് വിഷമിച്ചോ? സ്റ്റിൽ ദേ വെന്റ്. വഴി തെറ്റിയിട്ടും പോയി. അപ്പോ ദൈവത്തിന് അധികാരവും ബഹുമാനവും പുകഴ്ചയും കൊടുക്കുക മാത്രമല്ല ആരാധന, അത് സന്തോഷത്തോടെ ചെയ്യാനുള്ള ഹൃദയത്തിന്റെ ജോയ്, അത് ആരാധനയാണ്. എന്നോടൊപ്പം ഉണ്ടോ നിങ്ങൾ? ആ ജോയ്ഫുൾ ആയിട്ട് ചെയ്യാനുള്ള മനസ്സിന്റെ, ഹൃദയത്തിന്റെ അഭിവാഞ്ച, അത് ആരാധനയാണ്. വളരെ സാക്രിഫിഷ്യലായിട്ട് അവർ കൊടുത്ത ഗിഫ്റ്റിനെയും ദൈവം ഉപയോഗിച്ചു. കാരണം എന്തൊക്കെ പങ്കുവെച്ചെന്നാ പറയുന്നത്? പൊന്ന്, മൂര്, കുന്തുരുക്കം. പൊന്ന് ആർക്കാണ് കാഴ്ചവെക്കുന്നത്? ഈ അടുത്ത കാലം വരെ നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു. പണം ഒക്കെ പൊലിപ്പിക്കുന്നവരും കാഴ്ചവെക്കുന്നവരും ഉണ്ടായിരുന്നു. പൊന്ന് കാഴ്ചവെക്കുന്നവരുണ്ടായിരുന്നു. പൊന്ന് യേശു രാജാവാണ് എന്ന സത്യത്തെ വിരൽ ചൂണ്ടി. മശിഹ ലോകത്തിന്റെ മശിഹയാണ്, ലോകത്തിന്റെ രാജാവാണ്, ദൈവത്തിന്റെ രാജാവാണ് ക്രിസ്തു എന്ന സത്യത്തിന് വിരൽ ചൂണ്ടി പൊന്ന് കാഴ്ചവെച്ചു. മൂര് കാഴ്ചവെച്ചു. മൂര് എന്തിനാ കാണിക്കുന്നത്? മൂര് പ്രവാചകൻ, ഇവൻ പ്രവാചക ശുശ്രൂഷകനാണ് എന്ന കാര്യത്തെ കാഴ്ചവെച്ചു. ലോകത്തിലേക്ക് വരുവാനുള്ള ആ പ്രവാചകൻ ക്രിസ്തുവാണ് എന്ന സത്യത്തെ എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറയുന്നത്. കുന്തുരുക്കം ഒബ്വിയസ്ലി കർത്താവിൻ്റെ പുരോഹിതനാണ്. ദൈവത്തിനും മനുഷ്യർക്കും നടുവിൽ ഏക മധ്യസ്ഥനേയുള്ളൂ. ഏക മധ്യസ്ഥൻ അത് കർത്താവാണ്. ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് ഈ ക്രിസ്തു. അതുകൊണ്ടാണ് ഈ 3 വസ്തുതകൾ കാഴ്ചവെച്ചത് എന്ന കാഴ്ചയുണ്ട്. പക്ഷെ ഇത് വളരെ സാക്രിഫിഷ്യലായിട്ട് ഇത്രയും അധികം ദൂരത്ത് നിന്ന് യാത്ര ചെയ്ത് ഇവരിവിടെ വന്ന് ഇത് കാഴ്ചവെച്ച്, എൻ്റെ ഇമാജിനേഷനിൽ ഞാൻ മറ്റൊരു കാര്യം കൂടെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കട്ടെ. നിങ്ങളൊന്ന് ചിന്തിക്കൂ, ഇപ്പൊ കർത്താവിനെ എവിടെയാ കിടത്തിയിരിക്കുന്നത്? എവിടെയാ? പുൽത്തൊട്ടിയിൽ. പുൽത്തൊട്ടിയിൽ കിടത്തിരിക്കുക. പുൽത്തൊട്ടി എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് വളരെ മനോഹരമായ പുൽത്തൊട്ടികളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ശരിയാണോ? വാസ് ഇറ്റ് ക്ലീൻ? ആകെ കിട്ടിയ ശീലകൾ പഴന്തുണിയായിരിക്കാം. അതാണ് പാട്ടുകാരൻ പറയുന്നത്. അത് നല്ല പുതിയ തുണിയൊന്നും ആയിരുന്നില്ല കേട്ടോ, പൊതിഞ്ഞത് പഴന്തുണി ആയിരുന്നു. ശീലകള്. they were poor people. മറിയയും മേരിയും they were poor people, but yet they obeyed God. അനുസരണത്തോടെ വന്നു എന്നുള്ളതാണ്. അവരുടെ ഇനിയുമുള്ള അവരുടെ യാത്രയ്ക്ക് ഭക്തന്മാർ പറയുന്ന ഈ പണം ഉപയോഗിച്ച് കാണാം. ദൈവത്തിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിലും ദൈവം തൻ്റെ കരുണയിൽ അത് ഉപയോഗിച്ചെങ്കിൽ നമ്മൾ കൊടുക്കുന്ന 2 രൂപ ഏതെങ്കിലും ദൈവിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടാൽ അത് നമുക്ക് ലഭിക്കുന്ന മാനമാണ്. ദൈവം അത് ഉപയോഗിച്ചാൽ, പ്രപഞ്ചം ഒന്നാകെ സൃഷ്ടിച്ചവൻ ഒരൽപ്പം പ്രപഞ്ചം ഒന്നാകെ സൃഷ്ടിച്ചവൻ പഴന്തുണി ധരിച്ചതും വെറും കഥയോ എന്നൊരു പാട്ടുണ്ട്. ഭുവനം ഒന്നാകെ ചമച്ചവൻ ആയ കർത്താവിന് ലഭിച്ചത് എന്താണ് എന്നൊരു കാഴ്ചയുണ്ട്. പക്ഷെ ഇവിടുത്തെ മഹത്തായ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ഇത്രയും നമ്മുടെയൊക്കെ ഭാഷയിൽ വളരെ ചീപ്പായ, ബലഹീനമായ ഒരു ശിശു, he cannot do anything. ഈ ശിശുവിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ഈ ശിശുവിനെ ഇപ്പൊ നോക്കിയാൽ നിങ്ങൾക്ക് തോന്നുമോ?
weak, dependent child. എന്നിട്ടും മറിയയാണോ നമസ്കരിച്ചത്? അവിടെ കൃത്യമല്ലേ? യേശുവിനെയാണ് നമസ്കരിച്ചത്. And why did they do that? എന്താ അവരങ്ങനെ ചെയ്തത്? എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്? Now ഇന്ന് ജീവിക്കുന്ന നമ്മൾക്ക് കർത്താവിന് നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? അവരെങ്ങനെയാ കണ്ടത്? ബലഹീനതയില് പഴന്തുണിയിൽ പൊതിഞ്ഞ ഈ ശിശുവിനെ കണ്ടിട്ട് വീണ് നമസ്കരിക്കാൻ അവർക്ക് കഴിഞ്ഞതെങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം അന്വേഷിക്കണം നിങ്ങൾ ഇന്നു മുതൽ. ആ ഉത്തരത്തിൽ ആരാധന എന്താണെന്നുള്ളതിന് കാഴ്ചയുണ്ട്. എല്ലാം കണ്ടിട്ടല്ല ആരാധന. ആരാണ് ക്രിസ്തു എന്നതിൻ്റെ പൂർണ്ണമായ ഒരു ഉൾബോധ്യമുണ്ടെങ്കിലും ഇപ്പൊ ബലഹീനതയിലെ ഒരു ശിശുവിനെയാ കാണുന്നത്. ഒന്നാമത് അവിടുന്ന് വന്നത് അങ്ങനെയാണ്, ബലഹീനതയിൽ വന്നു. He came as a helpless babe. ഒരു കുഞ്ഞായി ബലഹീനതയിൽ നിസ്സഹായനായ ഒരു ശിശുവായിട്ടിപ്പോൾ അവരുടെ മുമ്പിൽ കിടക്കുന്ന ഈ ക്രിസ്തുവിനെ അവർക്ക് എങ്ങനെ ആരാധിക്കാൻ കഴിഞ്ഞു? വിശ്വാസത്തിന്റെ മഹത്വം അതാണ്. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായിട്ട് കാണുന്നു. റേഷൻ കടയിൽ അരിയില്ലെന്നും നിങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നും ഇനി കിട്ടത്തില്ലെന്നും നിങ്ങൾക്ക് ഈ ഗ്രാമത്തിൽ ഇനി വെള്ളം കുടിക്കാനില്ലെന്നും നിങ്ങൾക്കിവിടെ അവകാശമില്ലെന്നും പറയുമ്പോൾ ഇപ്പോഴും ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഈ സഹോദരങ്ങൾ ഇതൊന്നും ഇല്ലെങ്കിലും കർത്താവ് ഉണ്ടെങ്കിൽ അത് മതി എന്ന് പറയുന്ന വിശ്വാസ വീരന്മാര് അവർ എന്ത് കണ്ടിട്ടാണ്? പ്രത്യക്ഷമായി അവർക്ക് വലിയ അടയാളങ്ങൾ കർത്താവ് കൊടുക്കുന്നില്ലല്ലോ. ചിലപ്പോൾ സംഭവിക്കുമെങ്കിലും, ബട്ട് യെറ്റ് ദേ വർഷിപ്പ് ക്രൈസ്റ്റ്. എന്നിട്ട് അവർ കർത്താവിനെ ആരാധിക്കും. ഇവരും അങ്ങനല്ലേ ചെയ്തത്. മഹത്വത്തിന്റെ രാജാവായി ആകാശമേഘങ്ങളിൽ മഹാശക്തിയോടെ വെളിപ്പെടാൻ പോകുന്ന രാജാതിരാജാവിനെ ഈ ശിശുവിൽ അവർ കാണുകയാണ്. അവർക്ക് ആ വെളിപ്പാട് കൊടുക്കുകയാണ്. ഇപ്പൊ ആ ശിശു അതിന് ഇൻകേപ്പബിൾ ആണെങ്കിലും they saw by faith that he is going to be the Messiah of the world. Hallelujah. ഇന്നത്തെ ലോകത്ത് കാണുമ്പോൾ ഇങ്ങനെ ഒരു കാലം നിവർത്തിച്ചെടുക്കാൻ കർത്താവിന് ശക്തിയുണ്ടോ? ദൈവം പ്രവർത്തിക്കുമോ? സംശയിക്കണ്ട. പക്ഷെ വിശ്വാസത്താൽ ആരാധിക്കണം, അനുഗമിക്കണം. പ്രയാസകാലങ്ങളിലും സന്തോഷകാലങ്ങളിലും കർത്താവിനെ ആരാധിക്കണം. ഹല്ലേലൂയ. ഇവർ അങ്ങനെ ആരാധിച്ചു. ഹല്ലേലൂയ. ഇവരുടെ ഈ വിദ്വാൻമാരുടെ ഈ യാത്ര ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ പറഞ്ഞ ഏത് സത്യമാണ് നിങ്ങളെ തൊട്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഏതെങ്കിലും സത്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടെങ്കിൽ ആ സത്യത്തിന്റെ മുമ്പാകെ നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. ആ ജാഗ്രത, അവരുടെ തീഷ്ണത, വഴിതെറ്റിയിട്ടും അവരെ നടത്തുന്ന ദൈവത്തിന്റെ കരുണ, ബലഹീനമായ സാഹചര്യത്തിലും വിശ്വാസത്താൽ ക്രിസ്തു ആരാണെന്നുള്ള കാഴ്ചയിൽ ക്രിസ്തുവിനെ ആരാധിച്ച് ആ സത്യത്തിന്റെ മുമ്പാകെ ജീവിക്കാൻ നമുക്കൊക്കെ മുന്നോടിയായി ക്രിസ്തുവിന് വേണ്ടി ജീവിതത്തെ സമർപ്പിച്ച, വീണ് നമസ്കരിച്ച, അവരെങ്ങനെ നമസ്കരിച്ചു എന്നാ പറഞ്ഞത്? വീണ് നമസ്കരിച്ചു യേശുവിന്റെ മുമ്പാകെ. Yet they did not see any evidence. കാണാതെ വിശ്വസിച്ചവർ, പറഞ്ഞാട്ടെ, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. ഈ വിദ്വാൻമാരെ പോലെ ഹൃദയത്തിന് ജാഗ്രതയും മനസ്സും ദൈവം നമുക്ക് തരട്ടെ. നമ്മുടെ ഹൃദയം കലങ്ങണ്ട. ഈ കർത്തൃത്വത്തിന് നമുക്ക് കീഴ്പ്പെടാം. അവിടുന്ന്
നിത്യരാജാവാണ്. അവിടുത്തെ മാത്രം ആരാധിച്ചും സ്നേഹിച്ചും ജീവിക്കുന്നത് മഹത്വമാണ്. അവിടുത്തെ മഹത്വത്തിനായി എന്തെങ്കിലും കാഴ്ച കൊണ്ടുവരുവാൻ പറ്റുന്നത് അത് മഹത്വമാണ്. ഈ വചനങ്ങൾ നമ്മളെ നടത്തട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ വാക്കുകളിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, ഈ വചനത്തിന്റെ മുമ്പാകെ എന്നെ താഴ്ത്തുന്നു എന്ന് പറയാം. എത്ര മഹാസന്തോഷത്തോടെ ക്രിസ്തുവിനെ കണ്ടെത്താനുള്ള ആഗ്രഹം, അവരിലുണ്ടായിരുന്ന ആഗ്രഹം എനിക്ക് തരണമേ കർത്താവേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും കർത്താവിനെ കണ്ടെത്തണമെന്നുള്ള ആഗ്രഹം ആ വിദ്വാൻമാർക്ക് അങ്ങ് കൊടുത്തതുപോലെ ഞങ്ങൾക്ക് തരണമേ നാഥ. അങ്ങേ അറിയാൻ, അവിടുത്തെ മഹത്വത്തെ ആരായാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു എന്ന ഒരു വാക്ക് പറഞ്ഞാൽ മതി. അത് നിങ്ങൾക്ക് പറയാൻ, ഉറക്കെ പറയാൻ മടിയുണ്ടെങ്കിൽ ഹൃദയത്തിൽ പറയാം. ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കാനായി ഞാൻ തരുന്നു. നിങ്ങൾക്ക് വേണ്ടി തന്നെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, ബന്ധുക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ തിരുവെഴുത്തിന്റെ മുമ്പാകെ താഴ്ത്താൻ ഉള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നീ മാത്രം മതി എന്ന ഗാനം നമുക്കൊന്ന് ചേർന്ന് പാടാം. ആ സമയത്തും നമ്മുടെ ഉള്ളത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ജീവിതത്തിന്റെ അടങ്ങാത്ത ആഗ്രഹങ്ങൾ, അഭിവാഞ്ചകൾ നിവർത്തിക്കാൻ എനിക്ക് അങ്ങയ്ക്ക് മാത്രമേ ശക്തിയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ട ജീവജലത്തെ നൽകാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ട ജീവന്റെ അപ്പം നൽകാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിത്യജീവന്റെ മൊഴികൾ നൽകാൻ അങ്ങയ്ക്ക് മാത്രമേ സാധിക്കൂ കർത്താവേ. യഥാർത്ഥത്തിൽ ഞാൻ അന്വേഷിക്കുന്ന ആ രാജാവ് അവിടുന്നാണ്, ആ ദൈവം അവിടുന്നാണ്, ആ കർത്താവ് അവിടുന്നാണ്. അപ്പാ, അങ്ങേ അന്വേഷിക്കുന്നതിനേക്കാൾ വലിയ ഭാഗ്യം ഈ ഭൂമിയിൽ ഏതുമില്ല കർത്താവേ. പൂർണ്ണ ഹൃദയത്തോടെ,
പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ അവിടുത്തെ സ്നേഹിപ്പാൻ, അവിടുത്തെ ആരാധിപ്പാൻ, അങ്ങയെ അന്വേഷിപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകണമേ. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നത് ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിന്റെ മേശയ്ക്കായി നമ്മളെ തന്നെ ഒരുക്കുമ്പോൾ ഹൃദയത്തെ താഴ്ത്തി ഈ നല്ല നാഥനെ, ഏക മധ്യസ്ഥനായ ഈ ശ്രേഷ്ഠ മഹാപുരോഹിതനായ, വിദ്വാൻമാരത് കണ്ടിരുന്നു, ഈ ശ്രേഷ്ഠ മഹാപുരോഹിതനായ കർത്താവ് ഒരിക്കലായി അർപ്പിച്ചത് തൻ്റെ ജീവനെയായിരുന്നു. തൻ്റെ ജീവനെ യാഗപീഠത്തിൽ വെച്ചു. ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ വെച്ചു കൊടുത്ത നാഥനെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ മേശ. നമുക്ക് ദൈവത്തോടുള്ള ആ സ്നേഹവും ദൈവത്തിന് നമ്മളോടുള്ള കാരുണ്യത്തെയും സ്നേഹത്തെയും ഓർത്തുകൊണ്ട് ഇതിലേക്ക് കരം നീട്ടാൻ കർത്താവ് സഹായിക്കട്ടെ. ആ ദൈവ കരുണയിൽ നമുക്ക് ആശ്രയിക്കാം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മളെ ജീവിപ്പിച്ച ദൈവത്തിന്റെ കരുണാ സമ്പന്നതയെ ഓർത്തുകൊണ്ട് ഇതിലേക്ക് കരം നീട്ടാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ മരിച്ചവരായിരുന്നു. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച നമുക്ക് ജീവൻ നൽകി, ആത്മീയ ജീവനെ നൽകി. അസ്ഥികളായിരുന്ന നമ്മളെ, അല്ല ഉണങ്ങിയ അസ്ഥികളായിരുന്ന നമ്മളെ ജീവിപ്പിച്ച ദൈവത്തിന്റെ കരുണ, ആ കരുണയെയാണ് ഇത് കാണിക്കുന്നത്. ആ കർത്താവ് അത് ചെയ്തത് തൻ്റെ മരണത്തിലൂടെയാണ്, തൻ്റെ ജീവനെ വെച്ചു തന്നുകൊണ്ടാണ്. ആ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട്, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവ കുഞ്ഞാടിനെ ധ്യാനിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാം. നമുക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇന്ന് വരെയും നമ്മളെ നടത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപത്തിന്റെ വിഷങ്ങൾ, പാപത്തിന്റെ മുള്ളുകൾ, അത് ദൈവത്തിന്റെ ആത്മാവ് ഏതെങ്കിലും കാര്യങ്ങൾ നമ്മളെ ഓർപ്പിക്കുന്നുണ്ടെങ്കിൽ, കർത്താവേ ഞാൻ അത് ഓർത്ത് ദുഃഖിക്കുന്നുവെന്നും ഞാൻ അതിനെ ഉപേക്ഷിക്കുന്നുവെന്നും നമുക്ക് ദൈവത്തോട് ഏറ്റു പറയാം. കർത്താവിന്റെ കരുണയിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവകാരുണ്യത്തിന് നമുക്ക് നന്ദി പറയാം. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവ കുഞ്ഞാടി, അങ്ങേക്ക് നന്ദി നന്ദി എന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞുകൊണ്ട്, അവിടുത്തെ മരണത്താൽ എനിക്ക് ജീവനിലേക്കുള്ള വഴി തുറന്നു തന്നതിന് നന്ദി പറയാം. ഈ സത്യത്തിന്റെ മുൻപിൽ, ഈ സത്യം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സത്യമാണെന്ന്, അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ജീവിക്കുമെന്നുള്ള ഒരു നിശ്ചയം ദൈവമേ എനിക്ക് തരണമേ എന്ന്